ഹലോ ചിക്കോസ്, ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് സ്പാനിഷ് ബേസിക് ആയി പഠിക്കുന്നതിൻ്റെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം, കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മ താങ്ക് യു എന്ന് പറയുമ്പോൾ സ്പാനിഷിൽ എങ്ങനെയാ പറയാം? ഗ്രാസിയാസ്. ഗ്രാസിയാസ് എന്നാണ് സ്പാനിഷ്, ഇംഗ്ലീഷ് താങ്ക് യു. ഓക്കെ, പിന്നെ അപ്പം നമ്മളോട് ആരെങ്കിലും ഒരാൾ ഗ്രാസിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് യു ആർ വെൽക്കം എന്ന് പറയില്ലേ, അത് ദെനാദ എന്ന് പറയാം. ദെനാദ. ഇപ്പം നമ്മളിപ്പോൾ ഗ്രാസിയാസ് എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് തിരിച്ച് ദെനാദ എന്ന് പറയാം. അതൊരു ഫോർമലായിട്ടാണ് ദെനാദ. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും നല്ല അടുപ്പില്ലവരോ നമ്മളോട് ഗ്രാസിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് നോ ഇതൊക്കെ എന്ന് പറയാം. പിന്നെ വേറെ സോറി എന്ന് അങ്ങനെ പറയാം. സോറിന്ന് നമുക്ക് പെർദോൺ, ലോസിയന്തോ, രണ്ട് വഴിയുണ്ട്. അതിൽ ഫോർമൽ ആയിട്ടില്ലാന്ന് ലോസിയന്തോ. ലോസിയന്തോ ഇപ്പോൾ നമ്മുടെ അടുപ്പില്ല ആൾക്കാരോട് നമ്മൾ പെർദോൺ എന്ന് പറയും. അപ്പോൾ നമ്മളോട് അങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മളോട് പെർദോൺ അല്ലെങ്കിൽ ലോസിയന്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒന്നും പ്രശ്നമില്ല എന്ന് പറയാം. നമുക്ക് നോയ് പ്രോബ്ലേമ, നോ പസാ നാദ എന്നൊക്കെ പറയാം. നോ പസാ നാദ കുഴപ്പമില്ല, നോയ് പ്രോബ്ലേമ എന്ന് വെച്ചാൽ ആ പ്രശ്നമൊന്നുമില്ല എന്ന് പറയില്ലേ. അത് ഏതാണോ സിറ്റുവേഷൻ അത് അനുസരിച്ച് ഉപയോഗിക്കുക ഓരോന്നും. പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലാസ്സിൽ എടുത്തിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയില്ലേ, അത് നോ ഇൻറ്റിയെന്നോ. നോ ഇൻറ്റിയെന്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നോ ഇൻറ്റിയെന്തോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്തു നോ ഇൻറ്റിയെന്തോ. ഇനി സി എൻറ്റിയെന്തോ, സി നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചില്ലേ, സി നോ. സി എന്ന് വെച്ചാൽ യെസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ സി എൻറ്റിയെന്തോ എന്ന് കമൻറ്റ്. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യണം. അപ്പം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ puedes repetir, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. puedes repetir. അപ്പം കൂട്ടത്തിൽ ഒരു ഫോർമുലായിട്ട് por favor എന്നും കൂട്ടത്തിൽ ചേർക്കാം. അപ്പം puedes repetir por favor എന്ന് പറയാം. അപ്പം നമുക്ക് ഞാനിപ്പോൾ എന്നോട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും സി. അന്നേരം നോ പ്രോബ്ലേമ, സി ക്ലാർക്ക്. സി ക്ലാരോ എന്ന് വെച്ചാൽ ഉറപ്പായ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ആ ഒരു രീതിയിൽ അപ്പോൾ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓരോ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഓരോന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം.